ഹായ്, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ്, അതായത് വെള്ളിയാഴ്ച ലാലേട്ടൻ വന്ന എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അനുമോൾ അനുമോൾ സ്ട്രോങ് ആവണം. ഇനി സ്ട്രോങ് ആയേ പറ്റൂ. ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രോങ് ആയില്ല എന്നുണ്ടെങ്കിൽ അനുമോൾ ആകെ പെട്ടുപോകും. പെട്ടുപോകുമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പെടലായിരിക്കും അനുമോൾ പെടുക. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അനുമോൾ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യും. ദിവസങ്ങൾ സർവൈവ് ചെയ്യും. ആളുകൾ വോട്ട് ചെയ്യുമല്ലോ, ഒബ്വിയസ്ലി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. മേ ബി അവർ റിയലായിട്ടായിരിക്കും അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ റിയലായിട്ട് നിന്ന് കഴിഞ്ഞാലേ പോക്കാണ്. മാനസിക നില എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഡൗൺ ആവുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ പെട്ടുപോലെയുണ്ട്. നമ്മൾ ഫ്രീസായി പോവും. അതാണ് ഞാൻ പറഞ്ഞത്. അവർ സർവൈവ് ചെയ്യും. പക്ഷേ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് വലിയ വിഷയമാണ്. സോ ഇവർ ഇനി കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണണം. എല്ലാ രീതിയിലും ബുദ്ധി ഉപയോഗിക്കണം. നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിക്കണം. മാസമാവണം. എന്നാലാണ് അവരുടെ ഗ്രാഫ് കയറി വരിക. ഇപ്പം അനുമോളുടെ ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ട്. പക്ഷെ ഒരു പവർ ആവണ്ടേ. പവർ എന്ന് പറഞ്ഞൊരു സംഭവം വരണമെങ്കിൽ ഇനി ബുദ്ധി എന്ന് പറഞ്ഞ സാധനം നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഇനി ആവശ്യമില്ലാതെ പ്രൊവോക്ക് ആവാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ അറിഞ്ഞു കളിക്കുക എന്ന് പറയുന്നൊരു പരിപാടി, അത് അനുമോള് രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ചിന്തിച്ച് അതിന് പ്രിപ്പയർഡ് ആവുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് വേണം നിർബന്ധമായിട്ടും. ഇതെനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇപ്പം ഇന്ന് ലാലേട്ടൻ വന്നിട്ട് എന്താണ് ആക്ച്വലി പറഞ്ഞത്? ഇപ്പോൾ എനിക്ക് മറ്റുള്ള കഴങ്ങന്മാരായ കണ്ടസ്റ്റൻസ് അനുമോളിനെ ബുള്ളി ചെയ്യുന്നതിനോട് യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ ബിന്നി ആരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണെന്നൊന്നും എനിക്കറിയില്ല. കാണുന്ന സമയത്ത് കൂടുതലും ഇപ്പുറത്തെ ഗ്യാങ്ങിൻ്റെ കൂടെ ഒരു ചായ്വ് കൂടുതലുള്ള പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബട്ട് ബിന്നി പോലും പറഞ്ഞൊരു സംഭവം എന്താണ്, അനുമോളോട് ഈ പറഞ്ഞ അക്ബറിനും ശരത്തിനും അല്ലെങ്കിൽ ആ ഗ്യാങ്ങിനും എതിർപ്പും പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ന്യായമായ കാര്യത്തിന് അനുമോളേനെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് അധികമായിട്ട് അത് കൂടി പോകുന്നുണ്ട് എന്നുള്ള സംഭവം ബിന്നി പോലും പറഞ്ഞു. ബിന്നിയുടെ നാവിന്ന് വന്ന സാധനമാണത്. അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട്? എന്താണ് അതിൻ്റെ അർത്ഥം? പരിധി കിടക്കുന്ന ബുള്ളിങ് അവിടെ അനുമോൾക്കെതിരെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ അനുമോളേനെയാണ് കൂടുതൽ ഫയർ ചെയ്തത്. ഇത് അങ്ങനെയല്ലേ കളിക്കേണ്ടത്, അപ്പോൾ അതിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവമല്ലേ എന്ന് ലാലേട്ടൻ ആക്ച്വലി പറയുന്നുണ്ട്. അപ്പോൾ ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി ശരിയാണ്. അതുക്കും മേലെ കയറി വരണം. എന്തൊക്കെയാണെങ്കിലും അത് നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു ഷോയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാലാണ് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പ്രാക്ടിക്കലി നോക്കുന്ന സമയത്ത് അത് അങ്ങനെ നിന്നാലേ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ മേലെ അനുമോൾ ആക്ച്വലി വരണം. ഞാൻ വീണ്ടും പറയുന്നു, സീരിയസ്ലി എനിക്ക് ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ്. വ്യക്തിപരമായിട്ടല്ല, അവർ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ നമ്മൾ കാണും. അതായത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം അത് നമ്മൾ റെസ്പെക്ട് ചെയ്യും. സ്നേഹത്തോടെ ആയിരിക്കും നമ്മളും പെരുമാറുന്നത്. പക്ഷേ ആസ് എ കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ അക്ബർ അല്ലെങ്കിൽ അപ്പാനി ശരത്ത് അല്ലെങ്കിൽ ഈ റന എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഗ്യാങ് ഉണ്ടല്ലോ, എനിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ്. ബിക്കോസ് അവർ ചെയ്യുന്നത് ശരിയല്ല. ലാലേട്ടൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കാണുന്ന സമയത്ത് അരോചകമായിട്ടാണ് തോന്നുന്നത്. ഒരു പരിധി വിട്ടിട്ടുള്ള ബുള്ളിങ് എന്നുള്ള രീതിയിൽ ഇവർ പോകുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ലാലേട്ടന് ശരിക്കും പറഞ്ഞാൽ അതൊന്നും അവിടെ മെൻഷൻ ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി. ജസ്റ്റ് ശകാരിക്കണമെന്നല്ല. അപ്പോൾ അനുമോളേനെ കൂടുതൽ പറഞ്ഞതിനോടല്ല ഞാൻ പറയുന്നത്. അത് ലാലേട്ടന് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടന് തോന്നിയ രീതിയിൽ പറഞ്ഞു. പക്ഷെ അവിടെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ആസ് എ പ്രേക്ഷകൻ, ഈ അക്ബർ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അപ്പാനി ശരത്ത് ചെയ്യുന്ന കാര്യം ഈ ബുള്ളിങ്ങിൻ്റെ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് അത് എക്സ്ട്രീം ലെവലാണ്. എക്സ്ട്രീം പ്രോ മാക്സ് ലെവലിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ഓവറാണ് കുട്ടന്മാരെ. അത് കുറച്ച് കുറയ്ക്കണം എന്നുള്ള രീതിയിലെങ്കിലും ഒന്ന് പറയാമായിരുന്നു എന്ന് തോന്നി. ബിക്കോസ് അതൊരു അന്തസ്സുള്ള കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അനുമോൾ ഈ പ്രാകുന്ന പരിപാടി അല്ലെങ്കിൽ നട്ടൽ അല്ലെങ്കിൽ ആണ് എന്നൊക്കെയുള്ള ഒരു സംബോധന, അത്തരത്തിലുള്ള മെൻഷൻസ് ചെയ്തിട്ട് അനുമോൾ സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അനുമോൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അതൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്യും, പറയുകയൊക്കെ ചെയ്യണം. പക്ഷെ അതേപോലെ തന്നെ ഇവർ ഈ ഗ്യാങ് അറ്റാക്ക് നടത്തിയിട്ട് വലിയ മാസ് കാണിക്കുക അല്ലെങ്കിൽ വലിയ സംഭവമാണെന്നൊക്കെയുള്ള രീതിയിൽ കാണിക്കുക എന്ന് പറയുന്നത് വെറും
ചീഞ്ഞ പണിയാണ് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. ആരോഗ്യം ഇറിറ്റേറ്റ് ആവുന്നു. പേഴ്സണലി എനിക്ക് ഇറിറ്റേറ്റ് ആവുന്നു. ഇപ്പോൾ അനുമോളേനെ വെറുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇവർ എക്സ്ട്രീം ബുള്ളിങ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ന്യൂട്രൽ ഓഡിയൻ എനിക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഗെയിമായിട്ട് ഇവന്മാരുടെ തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കാനൊന്നും പോകുന്നില്ല. മുമ്പോട്ടുള്ള ദിവസങ്ങളിലും ഇതിങ്ങനെ തുടരും. ഇവന്മാരല്ലേ ആൾക്കാർ ഇങ്ങനെ തുടർന്ന് പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും. അനീഷും ഞാനൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. അതിൻ്റെ അകത്തുള്ള ഈ പറഞ്ഞ ഷാനവാസിൻ്റെ മനസ്സിൻ്റെ അകത്തും അതേപോലെ ഒനിയലിൻ്റെ മനസ്സിൻ്റെ അകത്തും അഭിലാഷിൻ്റെ മനസ്സിൻ്റെ അകത്തും പല കണ്ടസ്റ്റൻസിൻ്റെ മനസ്സിൻ്റെ അകത്തും അവർക്ക് അറിയാം അനുമോളേനെ ഇവർ കുറച്ച് എക്സ്ട്രാ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ബുള്ളിങ് എന്നുള്ള രീതിയിൽ എക്സ്ട്രീം ലെവലിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിൻ്റെ അകത്ത് പലരുടെ ഉണ്ട്. പക്ഷേ ഇവരൊരു ബുള്ളിങ് ഗാങ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരത് ഓപ്പണായിട്ട് പറയാൻ ഒരു ധൈര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു 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 ആ ഒരു ലെവലിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. സീരിയസ്ലി മാൻ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീരിയസ്ലി അനീഷൊക്കെ പിന്നെയും എന്താണ് ഈ പറഞ്ഞ അയാൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു, ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബുള്ളി എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിലും അനീഷ് ആക്ച്വലി പറയുന്നുണ്ട്. ബട്ട് വേറെയുള്ള ആൾക്കാർ അങ്ങനെ കട്ടയ്ക്ക് വന്ന് നിന്ന് അങ്ങനെ ഒരു പൊളിയായിട്ടൊന്നും അല്ല നിൽക്കണത്. അതൊരു ഒരു ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ ഗ്രൂപ്പ് കളിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റല്ല, കളിച്ചോട്ടെ ഗ്രൂപ്പ്. പക്ഷെ ഗ്രൂപ്പ് കളിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് വെസസ് എ പേഴ്സൺ എന്നായിരിക്കരുത്, ഗ്രൂപ്പ് വെസസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അങ്ങനെ ആയിരിക്കണം. ഗ്രൂപ്പ് വെസസ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ. കാരണം ഒരു കട്ടയ്ക്ക് ഒരു ഗ്യാങ് മറ്റേ കട്ടയ്ക്ക് ഒരു ഗ്യാങ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും അപ്പാനി ശരത്തും ഒക്കെ എന്താ പറയുക ഒരു ഗ്യാങ്. റെനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടയ്ക്ക് ഇങ്ങനെ അവരെല്ലാം ഒരേ രീതിയിലാണ് അവർ ഈ ബുള്ളി ചെയ്യുന്നത്. ഇപ്പുറത്ത് ഈ പറഞ്ഞ ഷാനവാസ്, ഒനിയൽ, അഭിലാഷ് അല്ലെങ്കിൽ അനുമോൾ എന്നൊക്കെ പറയുമ്പോൾ ഇവന്മാർ കുറേ നാണം കെട്ടവന്മാരെ പോലെ എന്താ പറയുക അനുമോളുടെ മൂഡ് താങ്ങിയിട്ടാണ് ഇവന്മാർ നടക്കണമെന്നൊക്കെ രീതിയിൽ പറയുമെങ്കിലും എന്ത് മൂഡ് താങ്ങൽ, എന്ത് താങ്ങൽ. അവർ ഗ്യാങ് കൂടിയിട്ട് ഇവരെ ഇവർ ബുള്ളി ചെയ്യുന്ന ഒരു ലെവലിലേക്കൊന്നും ആക്ച്വലി പോകുന്നൊന്നുമില്ല. ഇഫ് ആ ലെവലിൽ ഇവർ ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എഗ്രി ചെയ്യാം ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. ഓക്കെ ഇങ്ങനൊരു ഗ്യാങ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു, ഇങ്ങനൊരു ഗ്യാങ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു, ദെൻ ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. പക്ഷേ ഇത് ഒരു ഗ്യാങ് മാത്രം ഒരാളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ രാവിലെ ഗെയിം തുടങ്ങുന്ന സമയത്ത് തന്നെ അനുമോളാണ് ടോപ്പിക്കായിട്ട് വരുന്നതെന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഒന്നാമത് അനുമോൾക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നു, അനുമോളൊരു ടോപ്പിക്കായിട്ട് അവിടെ മാറുന്നു. അതൊന്ന്. രണ്ടെന്ന് പറയുന്നത് ഇവർ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഉദ്ദേശിക്കണതേ അനുമോള് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു എന്താ പറയുക കളിയാക്കൽ, പരിഹാസം, പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് പേഴ്സണലി ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ അനുമോളെ വൈറ്റ് വാഷ് ചെയ്യുന്നു. അത് വൈറ്റ് വാഷിങ് അല്ലടോ. ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി ഈ പരിധി വിട്ട ബുള്ളിങ് ഞാൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്. എനിക്ക് അത് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ്. ഒരു ഷോവിൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യാം, പക്ഷേ അത് ഒരു പരിധി വിടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. മാത്രമല്ല അത് വൈകൃതമായി മാറും കാണുമ്പോൾ. അത്രയോ അത് ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ലാലേട്ടന് മെൻഷൻ ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി, പക്ഷെ അത് ചെയ്തില്ല. ഇപ്പോൾ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് തന്നെ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഓക്കെ ഇപ്പോൾ ജയിലിലേക്ക് ആ ബൊമ്മക്കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക വേണ്ട, അവർക്കതിന് അത് ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അവർക്ക് എന്താ പറയുക അനുമോൾക്ക് നേരെ എന്ത് വേണമെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ചിട്ട് ഇതാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവരവിടെയും ഉപയോഗിച്ച ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? അനുമോൾ പുറത്തേക്ക് ജയിലിൻ്റെ പരിപാടിയൊക്കെ ഇറങ്ങിയതിന് ശേഷം ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഈ ബൊമ്മക്കുട്ടീനെ എന്താ പറയുക അനുമോളുടെ നിന്ന് തിരിച്ചു വാങ്ങുക എന്നുള്ളതാണ് കഴിവ്. ആ കഴിവ് ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണം. ഇതിപ്പോൾ ആ കഴിവില്ലാതെ പുറത്തേക്ക് ആൾ വന്നതിന് ശേഷം ഇവരെന്ത് പണിയാണ് ആക്ച്വലി കാണിച്ചത്? ആ ബൊമ്മേനെ എടുത്തിട്ട് ആര്യൻ മറ്റേ അവിടെ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. കെട്ടിത്തൂക്കി എന്താ പറയുക അതിനെ കുട പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പാനി ശരത്ത്. എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. നോക്കുന്ന സമയത്ത് അതിലിപ്പോൾ എന്താ തെറ്റെന്ന് ആളുകൾക്ക് തോന്നുകയായിരിക്കും. ഇത് ഓക്കെ ശരിയാണ്, ഇപ്പോൾ അതിലെന്താ തെറ്റിപ്പോൾ അവരത് അങ്ങനെ ചെയ്തു, ഓക്കെ അതൊരു കേവലം ബൊമ്മ, അത് ഒരു ഇതാകാം. പക്ഷെ ഇവിടെ ഇൻറ്റൻഷൻ മാറ്റേഴ്സ്. ഐ റിപ്പീറ്റ് ദ വേർഡ് ഇൻറ്റൻഷൻ മാറ്റേഴ്സ്. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ഒരു
ഒരു പ്രധാന സാഹചര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവരെ ബുള്ളി ചെയ്യുക ഒരു അർത്ഥം വെച്ചിട്ടാണ് എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലൈക്ക് ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. കൊണ്ട് ഇതാക്കുന്നു, ലൈക്ക് കൈൻഡ് ഓഫ് ഇറിറ്റേറ്റിംഗ് കൈൻഡ് ഓഫ് ബുള്ളിങ് ആണ് ഇവർ ചെയ്യുന്നത്. നിങ്ങളിതിപ്പോൾ ഞാൻ വെളുപ്പിക്കലാണെന്ന് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല, അവരുടെ PR ആണെന്ന് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. എൻ്റെ കൺമുമ്പിൽ ഒരു പ്രേക്ഷകനായിട്ട് ഞാൻ പൈസ കൊടുത്തിട്ട് ഇവിടെ ഹോട്ട്സ്റ്റാറിൽ ഇരുന്നിട്ട് ഞാൻ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കത് കണ്ടിട്ട് തോന്നുന്ന അഭിപ്രായമായിരിക്കും ഞാൻ പറയുക. അത് എനിക്ക് ഇവിടെ വേറെ ആരെയും എന്താ പറയുക ഇവിടെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയും. ഞാനിവിടെ എപ്പോഴും എന്താണ് ഗിസൈലിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഗിസൈലിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അത് നിങ്ങൾ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ഗിസൈലിനെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കാറില്ല. ഗിസൈൽ നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഞാൻ പറയാം. അല്ലാണ്ട് ഞാൻ ഗിസൈലിനെ ഇകഴ്ത്തിക്കൊണ്ട് അനുമോളെ പൊക്കാറില്ല, അനുമോളെ പൊക്കിക്കൊണ്ട് ഗിസൈലിനെ ഇകഴ്ത്താറില്ല. അങ്ങനെ ഞാൻ രണ്ടും ചെയ്യാറില്ല. കാരണം എനിക്ക് ഇവിടെ ഗിസൈലോ അനുമോളോ അല്ല ഇവിടെ വിഷയം. ഗിസൈലിൻ്റെ കണ്ടൻറ്റും പരിപാടിയൊക്കെ ആയിട്ട് അവരുടെ രീതിയിൽ നല്ല രീതിക്ക് അവർ പോകുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ എന്താ പറയുക, ഇവർക്കൊക്കെ വേണ്ടി കുട പിടിച്ച് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കളി കളിക്കുന്നത് അത് വെറും കഴിവുകേടാണെന്നേ ഞാൻ പറയുള്ളൂ. കഴിവുകേട് എന്ന് ഞാൻ പറയുള്ളൂ. കഴിവുകേട് എന്ന് തന്നെ പറയും. ഒരു ഈസി ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് അടിക്കാൻ ഇത് പട്ടിക്കും പറ്റും. കളിക്കുമ്പോൾ ഇപ്പോൾ ഓരോ ആളുകളുടെ റിഫ്ലക്ഷനാണ്. ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുക എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംഭവം വെച്ചിട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കടന്നിട്ട് വീണു അല്ലെങ്കിൽ വീഴാറായി തോറ്റ് മൂഞ്ചി തുടങ്ങാറായി എന്ന് കണ്ടാൽ പിന്നെ ഞാൻ തല്ലില്ല. പിന്നെ ഞാൻ അവരെ ഒന്നും പറയാനോ പിടിക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. എൻ്റെ മുമ്പിൽ കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിടിക്കും. ഏതറ്റം വരെ ഞാൻ നിന്ന് വെർബലി ആണെങ്കിലും ദേഹത്ത് കൈവച്ച് കഴിഞ്ഞാലാണെങ്കിലും ഞാൻ കട്ടയ്ക്ക് നിൽക്കും. ഗ്രൂപ്പായിട്ട് ഞാൻ ഒരു ഗ്രൂപ്പായിട്ട് ഒരാളെ ഒരു കോളേജ് സ്കൂൾ ടൈംസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പായിട്ടൊരു പണിക്ക് ഞാൻ ഒരാളുടെയും എതിരെ ഞാൻ പോവില്ല. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി ഒറ്റയ്ക്ക് ചോദിക്കേണ്ടതാണെങ്കിൽ ഒറ്റയ്ക്ക് ചോദിക്കും, പറയും. തിരിച്ചാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ബഹുമാനിക്കും. മറ്റേതിൽ സിനിമയിൽ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവാണെന്നുണ്ടെങ്കിൽ പോലും ശത്രുവിന് ബഹുമാനം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ശത്രുവിന് കെൽപ്പുള്ളവനായിരിക്കണം. ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് വർത്തമാനം പറയാനും ഒക്കെ കെൽപ്പുള്ളവരായിരിക്കണം. അതിപ്പോൾ ആരുടെ കേസിലാണെങ്കിലും എനിക്കതാ പറയാനുള്ളത്. അനുമോളാണെങ്കിലും ഒറ്റയ്ക്ക് വർത്തമാനം പറയേണ്ടടുത്ത് ഒറ്റയ്ക്ക് വർത്തമാനം പറയണം. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കിടന്ന് മോങ്ങേണ്ടയും കാര്യമൊന്നുമില്ല. അത് നിർത്തണം. അത് സ്ട്രോങ് ആയിട്ട് വരിക തന്നെ വേണം. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന എന്താ പറയുക ഈ ട്രൗസർ കൂട്ടമ്മമാരുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ വള്ളിപിടുത്തവും ഈ പറഞ്ഞ താങ്ങലും ഏറ്റവും കൂടുതൽ ഇവരുടെ വാഴ പറയുകയാണെങ്കിൽ താങ്ങുക, അത് ഏറ്റവും കൂടുതൽ താങ്ങിയിരിക്കണ ഈ പറഞ്ഞ അക്ബറും ശരത്തൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ആരെയൊക്കെയോ താങ്ങിക്കൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് ഫാക്റ്റാണ്. അപ്പോൾ അവർ കളിച്ച് കളത്തിലിറങ്ങട്ടെ. അത് കാണുന്നില്ല എന്തേ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ആര്യനൊക്കെ വെറും അലമ്പാണെന്നേ. ആര്യനൊക്കെ എന്ത് ഗെയിമാണുള്ളത്? ശരി, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക അനുമോൾക്ക് എന്ത് ഗെയിമാണോ? ഞാൻ സമ്മതിച്ചു, അനുമോൾക്ക് ഗെയിമില്ല. സമ്മതിച്ച്. അതേപോലെ തന്നെ ആര്യൻ്റെ കേസും എനിക്ക് പറയാനുള്ളതൊക്കെ അതാണ്. ഒന്നുമില്ല. ആര്യന് വെറുതെ ലാലേട്ടൻ എന്ത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്? ആര്യൻ എല്ലാവരെയും ഒരു നെഗറ്റീവായിട്ട് പറയുക, അല്ലെങ്കിൽ എല്ലാവരെയും എപ്പം നോക്കിയാലും ഒരു കുണച്ച അവൻ്റെ കുറേ കോണത്തിലൊരു രീതിയുണ്ട്. അതാണ് എല്ലാവരുടെ അടുത്തും മൂപ്പര് ഈ ബിന്നി ഷുഗർ കോട്ട് ചെയ്തിട്ട് അത് ഇമ്മച്യൂരിറ്റി. എന്ത് ബ്ലഡി ഷിറ്റ് ഈസ് ഇമ്മച്യൂരിറ്റി? ഇമ്മച്യൂരിറ്റി ഒന്നും ഇത് റീസൺ ആക്കിയിട്ട് ആര്യൻ്റെ പ്രവൃത്തികളെ ഒന്നും ഇമ്മച്യൂരിറ്റി പറഞ്ഞിട്ട് നിസാരവൽക്കരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. ചെക്കൻ എത്ര വയസ്സുണ്ട്? 10, 23, 24 വയസ്സുണ്ടാവും. അപ്പോൾ 24 വയസ്സിൽ എല്ലാവർക്കും ഇമ്മച്യൂരിറ്റി വേണം നിർബന്ധമില്ല എന്നുള്ളത് ഓക്കെ. ചിലർ ഇമ്മച്യൂർഡ് ആയിരിക്കും. പക്ഷെ ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ഒരുമാതിരി കോണപ്പിലെ പരിപാടി കാണിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഇമ്മച്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടല്ല അതിനെ സൈഡാക്കേണ്ടത്. തോന്നിയാസം പലപ്പോഴും കാണിക്കുന്ന തോന്നിയാസം തന്നെയാണ്. ലാലേട്ടനെ കളിയാക്കുക, ഇവരുടെയൊക്കെ തന്നെ എല്ലാവരും ചെയ്യണേ. അത് ഇമ്മച്യൂരിറ്റി വേറെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ ആരിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണെന്നുണ്ടെങ്കിൽ ഇവർ കയറി ബുള്ളി ചെയ്യുമല്ലോ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? വേറെ ബുള്ളി ചെയ്യും.
ഇത്രേ പറയാനുള്ളൂ. ശരത്തിൻ്റെ ഒക്കെ കാര്യം എനിക്ക് അക്ബറിൻ്റെ കേസിൽ പിന്നെയും അയ്യേന്ന് തോന്നുന്നില്ല. അക്ബറിന് എനിക്ക് പറഞ്ഞ തെറിവിളിയും ഈത്തവിളി ബുള്ളിങ്ങും പരിപാടിയൊക്കെ എനിക്ക് തല്ലിപ്പൊളി പരിപാടിയായിട്ടാണ് തോന്നുന്നത് എന്നുള്ളത് ഞാൻ വിമർശിക്കുമെങ്കിലും അയാളെ വെച്ചിട്ട് ഈ അപ്പാനീനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പാനി ഒന്നുമില്ല അതിൻ്റെ അത് ഒന്നുമില്ല. പുള്ളിയാണ് ഏറ്റവും വലിയ താങ്ങി നടക്കുന്ന ആള്. അക്ബറിൻ്റെ ഏറ്റവും വലിയ താങ്ങി നടക്കുന്ന ആള് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അപ്പാനി ശരത്താണ്. ഒരു ഗെയിമും ഇല്ല, ഒറ്റയ്ക്ക് കളിക്കാനുള്ള കളിയൊന്നും ഇല്ല ശരത്തിൻ്റെ കയ്യിൽ. ശരത്തൊക്കെ നോക്കിയോ, ശരത്ത് അക്ബർ പോട്ടെ, അക്ബർ പോയിട്ട് ശരത്തിന് അതിൻ്റെ അകത്ത് ധൈര്യം ഉണ്ടാവും നിൽക്കാൻ? ഒറ്റയ്ക്ക് നിൽക്കാൻ ഒന്നുമില്ല, വിറയ്ക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്, നടക്കൂല. അക്ബർ ഈ പറഞ്ഞ ഒരു കംഫർട്ട് സോണിലാണ് ഈ പറഞ്ഞ ശരത്തൊക്കെ നിൽക്കുന്നത്. അക്ബറിൻ്റെ ഒരു കംഫർട്ട് സോണിലാണ് ശരത്ത് നിൽക്കുന്നത്. അക്ബർ പിന്നെയും ഒറ്റയ്ക്ക് നിൽക്കും. അക്ബർ ഒറ്റയ്ക്കാണെങ്കിലും അനുമോളേനെയാണെന്നുണ്ടെങ്കിലും ബുള്ളി ചെയ്യും. ഷാനവാസിനോടാണെന്നുണ്ടെങ്കിലും അടി ഉണ്ടാക്കാൻ വേണ്ടി പോവും. പക്ഷേ അക്ബർ ഇല്ലാണ്ട് ശരത്ത് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ശരത്തിനെ കൊണ്ട് നടക്കൂല. ഞാൻ മനസ്സിലാക്കിയോർത്തോളം ശരത്തിനെ കൊണ്ട് നടക്കൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയേ ഉള്ളൂ പറയാൻ.